ഹായ് സുഹൃത്തുക്കൾ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ കുഞ്ഞാണ് കുവൈത്തിൽ നിന്നും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നുള്ളത് കുവൈറ്റിൽ കൂടുതൽ ആൾക്കാരും അറിയാത്ത ഒരു ഷോപ്പിംഗ് മാളിനെ കുറിച്ചിട്ടാണ്. ഈ അറൂസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതൊരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം നല്ല മജ്ബൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഓൺ കോസ്റ്റ് നിൽക്കുന്ന ബിൽഡിംഗ് കണ്ട ഇതാണ്. അതായത് നമ്മുടെ കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമൊക്കെ നടക്കുന്ന നമ്മുടെ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു ബിൽഡിംഗ്. അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് മാളിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ കൂടുതലും വരുന്നത് നോർത്ത് ഇന്ത്യക്കാരാണ്. ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് നാട്ടിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ എല്ലാം പർച്ചേസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. സ്നോ വൈറ്റ് കണ്ട ഇത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതിലും ഒരുപാട് ഷോപ്പുകളുണ്ട്. ഒരുപാട് മാൻസിൻ്റെ ഡ്രസ്സ് ഷോപ്പ്, അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊരു പുതിയതായിട്ടുള്ളൊരു സലൂണും ഇതിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ബുധനാഴ്ച ദിവസമാണ്. കൂടുതൽ തിരക്കോ കാര്യങ്ങളോ ഇന്നില്ല. വെള്ളിയാഴ്ചക്ക് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാണ്. അതുപോലെ തന്നെ നെഡ്സിൻ്റെ കടകൾ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഷോപ്പുകൾ, നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കുന്ന എക്സ്ചേഞ്ച് ഇതുണ്ട്. ഇത് ഈ കാണുന്നതാണ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു സലൂണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു നേപ്പാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ കുവൈത്തിൽ എവിടെയും ഇങ്ങനെയല്ല. അതായത് ഇതിൻ്റെ അകത്ത് ഏകദേശം 20ഓളം മാൻസിൻ്റെ ഡ്രസ്സ് ഷോപ്പുണ്ട്. അതിൽ സ്നോ വൈറ്റും പെട്ട്, അതുപോലെ തന്നെ ഒരുപാട് ഹിന്ദിക്കാരുടെ ഷോപ്പുണ്ട്, മലയാളികളുടെ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ്. അങ്ങനെ എന്താ പറയുക, ഞാൻ വേറെ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ നമുക്ക് നല്ലൊരു കറക്ക് ടീ അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മൊബൈൽ കടയൊന്നും പറഞ്ഞറിയിക്കണ്ട, ഒത്തിരി മൊബൈൽ കടകളുണ്ട്. മൊബൈലിൻ്റെ ടെക്നീഷ്യന്മാർ ഒക്കെ ഉണ്ട്. ഇതുണ്ട്, ഇതൊക്കെ മാൻസിൻ്റെ ഡ്രസ്സ് കടകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു കാർഗോ ഓഫീസും കൂടെ ഉണ്ട്. ഈ ലാസ്റ്റ് കാണുന്നത് ഈ കാണുന്നതും ഒരു മാൻസിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ കട തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഈ ഓരോ കടകളുടെ പേര് പറയുമ്പോൾ നിങ്ങളൊന്ന് കട എണ്ണി നോക്കൂ, എത്ര എണ്ണം കിട്ടുന്നുണ്ടെന്ന് നോക്കൂ. ഞാൻ ഇതിൽ എനിക്ക് കൗണ്ട് ചെയ്തിട്ട് കിട്ടിയത് 20 ഷോപ്പാണ്. മാൻസിൻ്റെ ഡ്രസ്സ് ഷോപ്പ് മാത്രം 20 എണ്ണം. മറ്റുള്ള ഷോപ്പുകളൊന്നും ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല, ഡ്രസ്സിൻ്റെത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറയാൻ വേണ്ട കാരണം എന്താ വെച്ചെങ്കിൽ, നമുക്കിപ്പോൾ ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സെലക്ഷൻ കിട്ടും. ഒരു കടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റേ കടയിൽ കയറാം. അങ്ങനെ തൊട്ടടുത്തടുത്തായിട്ട് കടകളുണ്ട്. അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഡ്രസ്സ് കിട്ടുന്ന കടകളും ഒത്തിരി ഇതിൻ്റെ അകത്തുണ്ട്. ഫാൻസി ഉണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ ഇപ്പോൾ അടുത്ത് സ്വന്തമായിട്ട് തുടങ്ങിയൊരു ഷോപ്പും കൂടെ. നമ്മുടെ ഷൂസിൻ്റെ ഷോപ്പാണ്. അതുപോലെ തന്നെ പെർഫ്യൂം ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ മാസം തന്നെ പെർഫ്യൂമും കൂടെ കടയിൽ എത്തും. ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 ഭാഗമുണ്ട്. ഇത് ബാക്കിലോട്ട് ഇറങ്ങുമ്പോൾ ഇത് കണ്ട ഈ ഒരു ഗല്ലി മൊത്തം മൊബൈൽ കടകളാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോകുന്ന ലുലുവിലോട്ട് പോകുന്ന വഴിയാണ്. പിന്നെ അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഹോൾസെയിൽ കടകൾ, അങ്ങനെയുള്ള ഒത്തിരി കടകളുണ്ട്. നാട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പിംഗ് മാൾ ആണിത്. പിന്നെ അതുപോലെ തന്നെ വലിയ ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും ഈ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ അകത്തില്ല. സാധാരണക്കാർക്ക് നമുക്ക് ചെറിയ പൈസക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഷോപ്പുകൾ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ മാൻസിൻ്റെ ഡ്രസ്സിൻ്റെ കടകളാണ്. ഇത് ഫാൻസി കട. ഈ തൊട്ടടുത്ത് കാണുന്നതാണ് ഷോപ്പ് നമ്പർ 32, എൻ്റെ ഷൂവിൻ്റെ കട. നമ്മൾ ബർസലത അവിടെ നിന്നിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. സ്വതുവേ ബുധനാഴ്ചയൊക്കെ കസ്റ്റമർ കുറവായിരിക്കും. അല്ലാത്ത ദിവസങ്ങൾ വ്യാഴം വെള്ളി ശനിയൊക്കെ അത്യാവശ്യം കസ്റ്റമർ ഉണ്ടാവും. ഇതൊക്കെ മാൻസിൻ്റെ കടകളാണ്. അതേപോലെ തന്നെ ലേഡീസിൻ്റെ കടകളുണ്ട്. അപ്പോൾ ഈ ഷോപ്പിംഗ് മാൾ അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒത്തിരി ആൾക്കാർക്കൊന്നും ഇത് അറിയത്തില്ല. കാരണം കൂടുതലും ഇവിടെ നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണ് കൂടുതലും വരുന്നുള്ളത്. കുവൈറ്റിൽ ഇപ്പോൾ പല സ്ഥലത്തും ഇതുപോലത്തെ ഷോപ്പിംഗ് മാൾ, ഇതുപോലത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട്. എന്നാലും ഇത്ര കൂടുതൽ മാൻസിൻ്റെ ഡ്രസ്സിൻ്റെ കടയുള്ള ഒരു ഷോപ്പിംഗ് മാൾ ഇത് തന്നെയാണ്. പിന്നെ എനിക്കൊന്ന് ഇതേപോലെ തന്നെ ഉള്ളത് നമ്മുടെ മുറുഗാവിൽ സൂക്ക് പത്തനിയ. അതിൽ ഇതേപോലെ ഒരുപാട് കടകളുണ്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഡ്രസ്സിൻ്റെ കടകൾ തന്നെയാണ്. ലേഡീസ് ബാഗുകൾ, അങ്ങനെയുള്ള ഒട്ടുമിക്ക ഐറ്റംസ് കിട്ടുന്ന സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ഓൺ കോസ്റ്റ് സൂപ്പർ മാർക്കറ്റും ഇതിൻ്റെ അകത്ത് തന്നെയാണ്. ഏറ്റവും കൂടുതലുള്ളത് ഈ മാൻസിൻ്റെ ഡ്രസ്സിൻ്റെ കടയും അതുപോലെ തന്നെ മൊബൈലിൻ്റെ കടകളും. മൊബൈലിൻ്റെ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ ഒത്തിരി ആൾക്കാർ, ഇതിൽ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഓണത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്.
ഇതൊരു മൊബൈൽ കടയാണ്. അതുപോലെ തന്നെ നെറ്റ്സിൻ്റെ കട, രണ്ടോളം നെറ്റ്സിൻ്റെ കടകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഈ ഒരു മുജമ്മയുടെ പേര് ഷെല്ലായി എന്നാണ്. ഇതൊരു അറബിക്ക് പേരാണ്. ഇപ്പോൾ സാധാരണ എല്ലാവരും ഇതിനെ അറിയുന്ന ആൾക്കാരൊക്കെ പറയൽ ജലീബ് ഷുയ്ക്ക് സൂക്ക് എന്നാണ്. പക്ഷേ ഓരോ മുജമ്മക്കും ഷോപ്പിംഗ് മാളിന് ഒരു പേരുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഷെല്ലായി എന്ന്. അപ്പോൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഭാഗത്തേക്കൊക്കെ വന്നെങ്കിൽ നമ്മളെ ഷൂവിൻ്റെ ഷോപ്പിലേക്ക് വരാൻ മറക്കരുത്. നമ്മളെ ഷോപ്പ് നമ്പർ വരുന്നത് 32 അകത്താണ്. ഷൂവിൻ്റെ ഒരു ഷോപ്പ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ, ബാക്കിയൊക്കെ മറ്റുള്ള കടകളാണ്. അപ്പോൾ പെർഫ്യൂം നമുക്ക് ഇപ്പോൾ വന്നിട്ടില്ല, അടുത്ത മാസം ആകുമ്പോഴേക്ക് പെർഫ്യൂം എത്തും. അപ്പോൾ സാധാരണ നാട്ടിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇവിടുന്ന് ചെറിയ പൈസക്ക് പർച്ചേസൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പിംഗ് മാള് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിച്ചത്. കാരണം ഇത്രയും കൂടുതൽ മാൻസിൻ്റെ ഡ്രസ്സ് ഷോപ്പ് ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട്. അപ്പോൾ വന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു ഷോപ്പിലേക്ക് പോവാം. അങ്ങനെയൊക്കെയുള്ളൊരു സൗകര്യം ഇവിടെ കിട്ടുന്നുണ്ട്. അത് ഇപ്പോൾ പുതിയതായി തുടങ്ങിയൊരു മൊബൈലിൻ്റെ കടയാണ് കാണുന്നുള്ളത്. അപ്പോൾ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.